എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന 2025 നവംബർ 5-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ കമ്പനി ബോർഡ് LGS എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കുള്ള ഏറ്റവും പുതിയ കമ്പനി ബോർഡ് LGS റാങ്ക് ഫയൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ടാലന്റിന്റെ വെബ്സൈറ്റിലുള്ള varada.talentkerala.com അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഷോപ്പുകൾ അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലൊക്കെ തന്നെ ലഭ്യമാണ്. അതായത് പൂർണ്ണമായിട്ടും മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ തന്നെ സിലബസ് ഒക്കെ ഓറിയന്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു റാങ്ക് ഫയൽ ആണ്. അതിന് പുറമെ തന്നെ ഏറ്റവും പുതിയ SCRT ഫാക്റ്റുകളും ഈ ഒരു റാങ്ക് ഫയൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്ത് പഠനം ആരംഭിക്കുക. അപ്പോൾ ഏറ്റവും പുതിയ SCRT പാഠപുസ്തകങ്ങളെ ബേസ് ചെയ്തുള്ള ടാലന്റിന്റെ അറിവിടം ബുക്കുകൾ ഇപ്പോൾ നിങ്ങൾക്ക് പ്രീ ഓർഡർ ചെയ്യാവുന്നതാണ്. അതായത് സയൻസ്, സോഷ്യൽ സയൻസ് എന്നിവയിലാണ് ഇപ്പോൾ പുസ്തകങ്ങൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. പാർട്ട് 1, പാർട്ട് 2 ആണ്. ഇതിൽ പാർട്ട് 1 എന്ന് പറയുന്നത് 5, 7, 9 ക്ലാസ്സുകളിലെ വിവരങ്ങളും പാർട്ട് 2 എന്ന് പറയുന്നത് 6, 8, 10 ക്ലാസ്സുകളിലെ വിവരങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എന്നാൽ അതിന് പുറമെ തന്നെ ടീച്ചേഴ്സ് ടെക്സ്റ്റ് ഫാക്റ്റും അതുപോലെ തന്നെ ലേണിംഗ് റൂം ഫാക്റ്റുകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിലെ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിച്ചു പോകാനും സാധിക്കും. ദെൻ ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തൊരു ടെക്സ്റ്റ് ആണ്. നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. സോ ഇപ്പോൾ നിങ്ങൾക്ക് പ്രീ ഓർഡർ ചെയ്യാവുന്നതാണ്. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീ ഓർഡർ ചെയ്യാം. അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോം കാണും, അതൊന്ന് ഫില്ല് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഒരു വാർഷികവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബിയുടെ വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 2025 നവംബറിൽ രജത ജൂബിലി ആഘോഷിക്കുന്ന സ്ഥാപനം ഇതാണ്. രജത ജൂബിലി എന്ന് വെച്ചാൽ എത്ര വർഷമാണ്? 25 വർഷം അല്ലേ. അപ്പോൾ 2025 നവംബറിൽ രജത ജൂബിലി ആഘോഷിക്കുന്ന സ്ഥാപനം ഇതാണ്. അത് കിഫ്ബി ആണെന്നുള്ള കാര്യം ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് തന്നെ വെച്ചേക്കുക. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് നിങ്ങൾ പലരും പല കാറ്റഗറികളൊക്കെ നിങ്ങൾക്ക് അറിയാന്നുള്ളതായിരിക്കും. എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, മൊത്തത്തിലൊന്ന് നോക്കാം. അതായത് വേറെ ഒന്നും അല്ല പറയുന്നത്, നമ്മുടെ 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 2024. ഇതെന്താ 2024 പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2024 ചിത്രങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു അവാർഡ് എന്ത് ചെയ്തിരിക്കുന്നത്, പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2025 പ്രഖ്യാപിച്ചു. എന്നിരുന്നാൽ തന്നെയും 2024 ചിത്രങ്ങൾക്കാണ് എന്ത് ചെയ്യുന്നത്, അവാർഡ് കൊടുക്കുന്നത്. സോ 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 2024. ഏറ്റവും മികച്ച സംവിധായകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിദംബരമാണ്. നമുക്കറിയാം മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ സംവിധായകനാണ് ആരെന്ന് പറയുന്നത്, ചിദംബരം. അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. ദെൻ ഏറ്റവും മികച്ച ചിത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഞ്ഞുമ്മൽ ബോയ്സ്. ഏതാണ്? മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. ഈ മഞ്ഞുമ്മൽ ബോയ്സ് നമുക്ക് അറിയാം അല്ലേ, മലയാളത്തിലെ ആദ്യത്തെ 200 കോടി ചിത്രം എന്ന് പറയുന്നത് ഏതാ, ഈ മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. സോ ഏറ്റവും മികച്ച സംവിധായകൻ ചിദംബരവും ദെൻ മികച്ച ചിത്രം എന്ന് പറയുന്നത് ഇതേ ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമ്മൽ ബോയ്സും ആണ്. വളരെ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത കാറ്റഗറി, ഏറ്റവും നോക്കി വെക്കേണ്ട കാറ്റഗറി, മികച്ച നടി ആര് എന്നുള്ളതാണ്. അത് ഷംല ഹംസയാണ്. അതായത് ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് ഷംല ഹംസയ്ക്ക് പുരസ്കാരം കിട്ടിയത്. അപ്പോൾ ഈ ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്നതാണ് ഏറ്റവും മികച്ച രണ്ടാമത്തെ ചിത്രം കേട്ടോ. അപ്പോൾ അതുകൂടി നോട്ട് ചെയ്യുക. ഏറ്റവും മികച്ച ചിത്രം ഏതാ, മഞ്ഞുമ്മൽ ബോയ്സ്. ഏറ്റവും മികച്ച രണ്ടാമത്തെ ചിത്രം ഏതാ, ഫെമിനിച്ചി ഫാത്തിമയാണ്. ഈ ഫെമിനിച്ചി ഫാത്തിമയിലെ പ്രകടനത്തിന് എന്താണ്, ഷംല ഹംസയ്ക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം കിട്ടി. ഓക്കെ, ഇനി ഈ മികച്ച നടിക്കുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരം കിട്ടിയ 2 ആൾക്കാർ കൂടിയുണ്ട്. അവരെ കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒന്ന് ജ്യോതിർമയിയാണ്. ബോഗൈൻ വില്ല എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് ജ്യോതിർമയിക്ക് സ്പെഷ്യൽ ജൂറി പുരസ്കാരം. ദെൻ അതുപോലെ തന്നെ ദർശന രാജേന്ദ്രനും ഉണ്ട്. പാരഡൈസ് എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് എന്ത് ചെയ്തത്, ദർശന രാജേന്ദ്രന് സ്പെഷ്യൽ ജൂറി പുരസ്കാരം. സോ അതുകൂടി നോട്ട് ചെയ്യുക. ഇനി അടുത്തത് ആരാ, മികച്ച നടൻ അല്ലെ. മികച്ച നടൻ ആർക്കും ഒരു സംശയമില്ല അല്ലെ, മമ്മൂട്ടിയാണ്. ചിത്രവും എല്ലാവർക്കും അറിയാം, ഭ്രമയുഗം. കാരണം ഈ ഒരു ചിത്രം ഇറങ്ങിയ സമയം മുതൽക്ക് തന്നെ എല്ലാവരും പറയുന്ന കാര്യമാണ്, ഈ വർഷത്തെ ഫിലിം അവാർഡ് ആർക്ക് തന്നെയാണ്, മമ്മൂട്ടിക്ക് തന്നെയാണ്. സോ മമ്മൂട്ടിക്കാണ് മികച്ച നടനുള്ള പുരസ്കാരം, ചിത്രം ഭ്രമയുഗം. പക്ഷേ ഇവിടെ ഒരു റെക്കോർഡ് കൂടി മമ്മൂട്ടി സ്വന്തമാക്കിയിരിക്കുകയാണ്. അതായത് ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്, മമ്മൂട്ടിയാണ്. കാരണം മുൻപ് മോഹൻലാലും മമ്മൂട്ടിയുമായിട്ട് ഷെയറിംഗ് ആയിരുന്നു, 6 വീതമായിരുന്നു. ഇപ്പൊ എന്താണ്, മമ്മൂട്ടിക്ക് 7 പുരസ്കാരങ്ങളായിരിക്കുകയാണ്. കൃത്യമായിട്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. സോ മമ്മൂട്ടിക്കാണ് മികച്ച നടനുള്ള പുരസ്കാരം, ചിത്രം ഭ്രമയുഗമാണ്. ദെൻ
സ്വഭാവ നടൻ. ഇനി ഈ പറയുന്ന മികച്ച നടനും എന്താണ് സ്പെഷ്യൽ ജൂറി പുരസ്കാരമുണ്ട് 2 പേർക്കാണ്. ഒന്ന് ആസിഫ് അലിക്കാണ് കിഷ്കിന്ദ കാണ്ഡം എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ്. അതുപോലെ തന്നെ അജയന്റെ 2ാം മോഷണം എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ടൊവിനോ തോമസിനും എന്ത് ചെയ്തിട്ടുണ്ട് സ്പെഷ്യൽ ജൂറി പുരസ്കാരം നൽകിയിട്ടുണ്ട്. സോ അതുകൂടി ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് സ്വഭാവ നടിയാണ്. സ്വഭാവ നടി എന്ന് പറയുന്ന കാറ്റഗറിയിലെ പുരസ്കാരം ലിജോ മോൾക്കാണ്. അപ്പോൾ ലിജോ മോൾക്ക് നടന്ന സംഭവം എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് പുരസ്കാരം. അതൊന്ന് നോട്ട് ചെയ്യുക. ദെൻ അതുപോലെ സ്വഭാവ നടൻ എന്ന് പറയുന്നതിനേക്കാളും സ്വഭാവ നടന്മാർ എന്ന് പറയുന്നതാവും കറക്റ്റ്. കാരണം ഈ വർഷത്തെ പുരസ്കാരത്തിൽ 2 പേർക്കാണ് പുരസ്കാരം കിട്ടിയത്. മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം 2 പേർക്കാണ്. ഒന്ന് സൗബിനാണ്, ചിത്രം പറയേണ്ട ആവശ്യമില്ലല്ലോ, ഏതാ മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. അതേപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരതൻ, ചിത്രം പറയേണ്ട ആവശ്യം വരുന്നില്ല, ഏതാണ് ഭ്രമയുഗമാണ്. സോ ഭ്രമയുഗത്തിലെ പ്രകടനത്തിന് സിദ്ധാർത്ഥ് ഭരതനും അതുപോലെ തന്നെ മഞ്ഞുമ്മൽ ബോയ്സ് ചിത്രത്തിലെ പ്രകടനത്തിന് സൗബിനും മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരങ്ങൾ കിട്ടി എന്നുള്ള കാര്യം ഓർക്കുക. മികച്ച ചലച്ചിത്ര ഗ്രന്ഥമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പെൺപാട്ട് താരകൾ. ഏതാണ് പെൺപാട്ട് താരകളാണ് മികച്ച ചലച്ചിത്ര ഗ്രന്ഥമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. സോ അതുകൂടി നോക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നവാഗത സംവിധായകനാണ്. മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം എന്ന് പറയുന്നത് ഫാസിൽ മുഹമ്മദിനാണ്. ഫെമിനിസ്റ്റ് ഫാത്തിമ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത് ഈ ഫാസിൽ മുഹമ്മദ് ആണ്. സോ അദ്ദേഹത്തിനാണ് മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം. ദെൻ ജനപ്രിയ ചിത്രം, ഒരുപാട് പേര് വളരെ അർഹതപ്പെട്ട അവാർഡ് എന്നൊക്കെ തന്നെ പറഞ്ഞൊരു അവാർഡാണിത്. ജനപ്രിയ ചിത്രത്തിനുള്ള പുരസ്കാരം കിട്ടിയത് പ്രേമലു എന്ന് പറയുന്ന ചിത്രത്തിനാണ് അല്ലെ. അപ്പോൾ പ്രേമലു എന്ന് പറയുന്ന ചിത്രത്തിനാണ് മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള പുരസ്കാരം കിട്ടിയത്. ദെൻ മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള പുരസ്കാരം, അതായത് പുരുഷ വിഭാഗവും വനിതാ വിഭാഗവും 2 വിഭാഗവും ഉണ്ട്. അപ്പൊ ഈ 2 വിഭാഗത്തിലും ഈ പുരസ്കാരം കിട്ടിയത് ബറോസ് എന്ന് പറയുന്ന സിനിമയ്ക്കാണ് കേട്ടോ. ബറാസ് എന്ന് പറയുന്ന സിനിമയ്ക്കാണ് ഈ 2 കാറ്റഗറി, അതായത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള മെയിൽ ആയാലും ഫീമെയിൽ ആയാലും അവാർഡ് കിട്ടിയത് ബറോസ് എന്ന് പറയുന്ന ചിത്രത്തിൽ ഡബ് ചെയ്തതിനാണ്. അപ്പോൾ അതിലെ വനിതാ വിഭാഗം വുമൻസിന്റെ വിഭാഗത്തിലാണെങ്കിൽ സയനോര ഫിലിപ്പാണ്. ആരാണ്? സയനോര ഫിലിപ്പാണ്. ദെൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്താണ് പുരുഷ വിഭാഗത്തിലാണെങ്കിൽ അത് ഫാസി വൈക്കത്തിനാണ്. നമുക്ക് അറിയാവുന്ന ഒരു കോമഡി ആർട്ടിസ്റ്റ് ആണ് ഫാസി വൈക്കോ എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിനാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന്റെ പുരുഷ വിഭാഗത്തില് പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 2 പേർക്കും ഏത് ചിത്രത്തിലെ ഡബ്ബിങ്ങിനാണ്? ബറോസ് എന്ന് പറയുന്ന ചിത്രത്തിലെ ഡബ്ബിങ്ങിനാണ് പുരസ്കാരം കിട്ടിയത്. ഇനി അടുത്തത് മികച്ച പിന്നണി ഗായിക എന്ന് പറയുന്ന കാറ്റഗറിയാണ്. എന്ന് പറയുന്ന ചിത്രത്തിലെ ഗാനത്തിന് ആർക്കാണ്? സെബ ടോമിക്കാണ്. ആർക്കാണ്? സെബ ടോമിക്കാണ് പുരസ്കാരം. ദെൻ പിന്നണി ഗായകൻ ആർക്കും ഒരു സംശയവുമില്ല, ഹരിശങ്കറിനാണ്. ചിത്രം ARM ആണ്. അപ്പോൾ തന്നെ പാട്ട് ഏതാണെന്ന് കിട്ടിക്കാണാം. അതായത് ഏതാണ്? കിളിയെ, ആ ഒരു പാട്ടിന്, കിളിയെ തത്തക്കിളിയെ, ആ ഒരു പാട്ടിനാണ് എന്ത് ചെയ്തത് ഹരിശങ്കറിന് മികച്ച പിന്നണി ഗായകനുള്ള പുരസ്കാരം കിട്ടിയത്. ദെൻ അതുപോലെ തന്നെ മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരം ക്രിസ്റ്റോ സേവിയർ. ആർക്കാണ്? ക്രിസ്റ്റോ സേവിയർ ആണ്. ഭ്രമയുഗം ചിത്രത്തിലെ പശ്ചാത്തല സംഗീതത്തിനാണ് എന്ത് ചെയ്തിട്ടുള്ളത് ക്രിസ്റ്റോ സേവിയറിന് പുരസ്കാരം. ദെൻ അതുപോലെ സുഷിൻ ശ്യാമാണ് മികച്ച സംഗീത സംവിധായകൻ. മികച്ച സംഗീത സംവിധായകൻ ആരാണ്? സുഷിൻ ശ്യാമാണ്. അതുകൂടി നോട്ട് ചെയ്യുക. ദെൻ മികച്ച ഗാന രചയിതാവ് ആരാണ്? വേടൻ അല്ലെ. വേടനാണ് എന്ത് ചെയ്തത് മികച്ച ഗാന രചയിതാവ് എന്ന് പറയുന്നത്. അതായത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് ഹിരൺദാസ് മുരളി എന്നാണ്. അപ്പോൾ ഹിരൺദാസ് മുരളിക്കാണ് മികച്ച ഗാന രചയിതാവിനുള്ള പുരസ്കാരം എന്ന് പറയുന്നത്. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം അല്ലെ, ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് മഞ്ഞുമൽ ബോയ്സിലെ ഗാനമാണ്. സോ അതിന്റെ രചയിതാവാണ്. സോ അദ്ദേഹത്തിനാണ് പുരസ്കാരം കിട്ടിയത്. ദെൻ തിരക്കഥാകൃത്തിനുള്ള പുരസ്കാരം ചിദംബരത്തിനാണ്. മഞ്ഞുമൽ ബോയ്സിന്റെ തിരക്കഥയ്ക്കാണ് പുരസ്കാരം. സോ ഇത്രയുമാണ് നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാറ്റഗറികൾ എന്ന് പറയുന്നത്. സോ പ്രധാനപ്പെട്ട കാറ്റഗറികൾ സിനിമകളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ മമ്മൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് മമ്മൂട്ടിയാണ്. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക കേട്ടോ. ഇനി അതുപോലെ തന്നെ ഒരു റയർ കാര്യം കൂടിയുണ്ട്. അതായത് സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനുമുള്ള പ്രത്യേക വിഭാഗത്തിനൊരു പുരസ്കാരം ഉണ്ടായിരുന്നു. അത് കിട്ടിയത് പായൽ കബാഡിയയ്ക്കാണ്. ഓൾ വി ഇമാജിനസ് ലൈറ്റ് എന്ന് പറയുന്ന ചിത്രം സംവിധാനം ചെയ്ത പായൽ കബാഡിയയ്ക്കാണ് അതിന് പുരസ്കാരം കിട്ടിയത്. സോ അതുകൂടി ഓർക്കുക. ദെൻ ജൂറി ചെയർമാൻ ഓൾറെഡി പറഞ്ഞതാണ്. ആരാണ് ജൂറിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്? പ്രകാശ് രാജ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട പുരസ്കാരമാണ്. അതായത് 2025 KR ഗൗരിയമ്മ പുരസ്കാരത്തിന് അർഹത നേടിയത് ആര് എന്നാണ് ചോദ്യം. അപ്പോൾ അത് അരുണ റോയ് ആണ് 2025 KR ഗൗരിയമ്മ പുരസ്കാരത്തിന് അർഹത നേടിയത്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് നമുക്ക് നോക്കാനുള്ളത്. അതായത് 2025 പുറത്തുവിട്ട സ്വച്ഛ സർവേക്ഷൺ 2025 റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും വൃത്തിയില്ലാത്ത നഗരം ഏതാണ്? സാധാരണ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യാറുള്ള എന്താ? വൃത്തിയുള്ള നഗരം എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോഴും ആ വൃത്തിയുള്ള നഗരം ഏത് തന്നെയാണ്? ഇൻഡോർ തന്നെയാണ്. മധ്യപ്രദേശിലെ ഇൻഡോർ തന്നെയാണ് ഇപ്പോഴും വൃത്തിയുള്ള നഗരം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ചോദ്യം എന്താ? അതായത് ഇവിടുത്തെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്താ? വൃത്തിയില്ലാത്ത നഗരം ഏതെന്നാണ്. അത് തമിഴ്നാട്ടിലെ മധുര
മധുരയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒന്ന് നോക്കി വെച്ചേക്കുക. 2025 പുറത്തുവിട്ട സ്വച്ഛ സർവേക്ഷൺ 2025 റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ അല്ലെങ്കിൽ ഏറ്റവും വൃത്തിയില്ലാത്ത നഗരം ഏതാണ്? അത് മധുരയാണ്, തമിഴ്നാട്ടിലാണ്. അതുപോലെ തന്നെ ഏറ്റവും വൃത്തിയുള്ളത് ഏതാണ്? അത് ഇൻഡോർ ആണ്, മധ്യപ്രദേശ് ആണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് യുനെസ്കോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്താണ് കോഴിക്കോടുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അതായത് യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റി നെറ്റ്വർക്ക് അല്ലെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് യുനെസ്കോയെ സാഹിത്യ നഗരമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു നഗരത്തെ സാഹിത്യ നഗരമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അത് നമ്മുടെ കോഴിക്കോടാണ് അല്ലെ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അതേ വർഷം തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഗോളിയോറിനെ സംഗീത നഗരമായിട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ഒരു കാര്യമാണ് 2025 യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗ്യാസ്ട്രോണമി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സ്ഥലത്തെയാണ്? അപ്പൊ എന്താണ് 2025 യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗ്യാസ്ട്രോണമി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട നഗരം ഏതാണ്? ഇത് ലക്നൗ ആണ്. ഇതാണ് ലക്നൗ ആണ്. ഇത് കാര്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ്, അതായത് നമ്മുടെ നാവികസേനാ ദിനാഘോഷം. അപ്പൊ എന്നാണ് നാവികസേനാ ദിനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിസംബർ 4 സോ ഈ ഒരു നാവികസേനാ ദിനാഘോഷത്തിന്റെ വേദി എവിടെയാണ്? 2025 നാവികസേനാ ദിനാഘോഷത്തിന്റെ വേദി എവിടെയാണ്? നമ്മുടെ തിരുവനന്തപുരമാണ്. കൃത്യമായി നോട്ട് ചെയ്യുക. കഴിഞ്ഞ വർഷം ഇത് ഒഡീഷയിലെ പുരിയിൽ വെച്ചായിരുന്നു നടന്നത്. അപ്പൊ അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ്, അതായത് ഏറ്റവും കൂടുതൽ ക്രോമസോം സംഖ്യ ഉള്ളത് ഒഫിയോഗ്ലോസം റെറ്റിക്കുലേറ്റം എന്ന് പറയുന്ന സസ്യത്തിനാണ് എന്ന കണ്ടുപിടുത്തം നടത്തിയ ഒരു സസ്യശാസ്ത്രജ്ഞൻ എന്ത് ചെയ്തു? 2025 അന്തരിച്ചു. അപ്പൊ അതിന്റെ പേരെന്ന് പറയുന്നത് ഡോക്ടർ CA നൈനാൻ. ഇതാണ് ഡോക്ടർ CA നൈനാൻ എന്നാണ്. സോ ഈ ഒരു പേര് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇനി അങ്ങോട്ട് 10th ലെവലിന്റെ ഒരുപാട് എക്സാംസ് വരാനുണ്ട്, പ്രത്യേകിച്ച് ബെബ്കോ LDC, അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് 2027 LDC ഉൾപ്പെടെ വരികയാണ്. സോ അതിനൊക്കെ വേണ്ടി നേരത്തെ തന്നെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ടാലന്റ് ഏറ്റവും പുതിയ LDC ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. മുൻവർഷ ചോദ്യങ്ങൾ ആസ്പദമാക്കി സിലബസ് ഓറിയന്റ് ആയിട്ടാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അത് മാത്രമല്ല ഏറ്റവും പുതിയ SCRT ഫാക്ടുകളും ഈ ഒരു ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റാങ്ക് ഫെയിൽ പർച്ചേസ് ചെയ്യാനായിട്ട് varanta.channelkerala.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ പിന്നടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിൽ അവൈലബിൾ ആണ്. ഇനി അതല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോയിന്റ് ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞ പോയിന്റ് 2025 നവംബറിൽ രജത ജൂബിലി ആഘോഷിക്കുന്ന സ്ഥാപനം ഏതാണെന്ന് പറഞ്ഞു. ഏതാണ്? കിഫ്ബി ആണ്. ദെൻ നമ്മുടെ ചലച്ചിത്ര പുരസ്കാരത്തെ പറ്റി പറഞ്ഞു. അവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഇവിടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം നോക്കിയിട്ട് പോവാം. ഏതൊക്കെയാണ്? മികച്ച സംവിധായകൻ ചിദംബരമാണ്, ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. ദെൻ അതുപോലെ തന്നെ മികച്ച ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് ആണ്, സംവിധാനം ചിദംബരം. ദെൻ മികച്ച നടി എന്ന് പറയുന്നത് ഷംല ഹംസയാണ്, ചിത്രം എന്ന് പറയുന്നത് ഫെമിനിച്ചി ഫാത്തിമ. ദെൻ അതുപോലെ മികച്ച നടൻ മമ്മൂട്ടിയാണ്, ചിത്രം ഭ്രമയുഗം. ഇനി ഏറ്റവും മികച്ച പ്രിയ ചിത്രം എന്ന് പറയുന്നത് പ്രേമലുവാണ്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. ദെൻ 2025 KR ഗൗരിയമ്മ പുരസ്കാരത്തിന് അർഹത നേടിയത് ആരാണെന്ന് പറഞ്ഞു. ആരാണ്? അരുണ റോയി ആണ്. അതിനുശേഷം ഒരു റിപ്പോർട്ടാണ് പറഞ്ഞത്. 2025 പുറത്തുവിട്ട സ്വച്ഛ സർവേക്ഷൺ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും വൃത്തിയില്ലാത്ത നഗരം ഏതാണെന്ന് പറഞ്ഞു. ഏതാണ്? മധുരയാണ് ഏറ്റവും വൃത്തിയില്ലാത്ത നഗരം. വൃത്തിയുള്ളതാണെങ്കിൽ ഒരു സംശയം വേണ്ട, ഇൻഡോർ ആണ്. അതിനുശേഷം പറഞ്ഞു 2025 യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗ്യാസ്ട്രോണമി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണെന്ന് പറഞ്ഞു. ലക്നോയാണ്. ഇനി ഒരു എന്താണ് ഇതേപോലൊരു ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടാണ്, യുനെസ്കോയുടെ ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കോഴിക്കോട് സാഹിത്യ നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതും ഗോളിയോർ എന്തായിട്ടും സംഗീത നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതും. സോ അതുകൂടി നോട്ട് ചെയ്യുക. അതിനുശേഷം പറഞ്ഞതൊരു വേദിയാണ്, അതായത് 2025 നാവിക ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്നത് തിരുവനന്തപുരമാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു വിയോഗം പറഞ്ഞു, അതായത് ഡോക്ടർ CA നൈനാൻ എന്ന് പറയുന്ന സസ്യശാസ്ത്രജ്ഞൻ അന്തരിച്ച കാര്യം പറഞ്ഞു. സോ അതുകൂടി നോട്ട് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്തമായ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. കേരളം, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, കർണാടക. ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, 2025 ICC വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ കിരീടം നേടിയത് ആരെന്നാണ്. അപ്പോൾ ശ്രീലങ്ക, ഇന്ത്യ, ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക. ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരെന്നാണ്. അപ്പോൾ 2025 എഴുത്തച്ഛൻ പുരസ്കാരമാണ്. അതായത് നമ്മുടെ സാഹിത്യ മേഖലയിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകുന്ന ഏറ്റവും പരമോന്നതമായ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത്. പ്രൈസ് മണി 5 ലക്ഷമാണ് അല്ലേ. അപ്പോൾ അതിന്റെ ജേതാവ് എന്ന് പറയുന്നത് KG ശങ്കരപിള്ള. 2025 ആർക്കാണ്? KG ശങ്കരപിള്ളയ്ക്കാണ്. കൃത്യമായിട്ട് ഓർക്കുക. 2024 NS മാധവനായിരുന്നു. ഈ NS മാധവൻ അധ്യക്ഷനായ സമിതിയാണ് എന്ത് ചെയ്തത്? പുരസ്കാര ജേതാവിനെ
തിരഞ്ഞെടുത്തത്. ഇനി രണ്ടാമത്തെ ചോദ്യം, സുപ്രീം കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസ് ആയിട്ട് അദ്ദേഹം ഈ മാസം എന്ത് ചെയ്യും, ചുമതലയേൽക്കും. BR ഗവായി സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹം സ്ഥാനമേൽക്കുന്നത്. സ്ഥാനമേൽക്കുമ്പോൾ ഹരിയാനയിൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്ന നേട്ടവും ആർക്ക് സ്വന്തമാവും, ഈ പറയുന്ന സൂര്യകാന്തിന് സ്വന്തമാവും. സോ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2025 നവംബർ 5-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.